ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ ഇന്ന് കണ്ണൂർക്ക് പോവാണേ. ചെറിയൊരു വീഡിയോൻ്റെ ഷൂട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓണാഘോഷ പരിപാടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. റീൽ ഷൂട്ടിന് വേണ്ടി പോകും കേട്ടോ. അപ്പം എക്സൈറ്റഡ് ആണ്. നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ. നമുക്കെന്നെ ഫസ്റ്റ് അടിക്കാം. നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു സെക്ഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു സെക്ഷൻ കഴിഞ്ഞു, ഒരു ജസ്റ്റ് പൂ പറിക്കുന്നതൊക്കെ. സോ ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ കേട്ടോ. ഇത് എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കൊള്ളാം കേട്ടോ. ഒരു പഴയൊരു വീട്, നല്ല രസമുണ്ടേ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണേ. നമ്മുടെ ക്യാരക്ടേഴ്സ് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്താ വെട്ടിക്കളയും മുടി കറുപ്പിക്കാൻ വെറും 5 മിനിറ്റ് മാത്രം. ആരെ കോളിംബിൽ അടിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. ഡയലോഗ് ഇല്ലല്ലോ, മറ്റേ ഡയലോഗ് നടുക്ക് കുറച്ച് നേരിപ്പിച്ചോ. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? 5 പെറ്റതാണെന്ന് പറയില്ല. അമ്മക്ക് നേരെ കുറവാ. 20 വയസ്സല്ലേ? ഗൈസ് മൊത്തം നരപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ റോൾ വരുന്നത്. കൊള്ളാട്ടോ, രസമുണ്ട് പരിപാടി എന്തായാലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മന്ദാരത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. നമ്മളെ ഒരു തറവാട് വീടാണ്. അച്ഛനാണിത്, അമ്മയാണ്, അമ്പട കേമാ സണ്ണിക്കുട്ട. 4 വർഷത്തെ നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. കാണുന്ന എല്ലാവരും ആൾക്കാരൊക്കെ ഒരു ചാൻസ്, സീരിയലിൽ ഒരു ചാൻസ്, വളരെ കാലത്തെ ആഗ്രഹമാണെന്ന് സാധിച്ചു കൊടുക്കണം. എല്ലാരും ഷെയർ ചെയ്യണം. മോഹൻലാലിന്റെ അമ്മയായിട്ട്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? അയ്യോ, ഭിത്തിക്ക് നോവും. കട്ട് ചെയ്തില്ലേ? തുടങ്ങാം. ഒത്തു കളിക്കണം, ഒരുമ വേണം, ഒരുമിച്ചിരിക്കണം. സോ നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി ബാക്കി കാര്യങ്ങൾ സെക്കൻഡ് സെക്ഷനിലേക്ക് വേണം. അവിടെ നമ്മുടെ ഷൂട്ടില്ല, അവിടെ ബാക്കി ആൾക്കാരുടെ ഷൂട്ടാണ്. എൻ്റെ ഷൂട്ട് ഇവിടുന്ന് കഴിഞ്ഞു. കൊള്ളാം, എന്തായാലും അടിപൊളിയായിരുന്നു പരിപാടി. നമ്മുടെ മാവേലിയുടെ ഫോട്ടോ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടേ. ഓണസദ്യ ആക്കിനാ ഇല്ലേ? എന്താണ് പ്രജകളൊക്കെ ഇങ്ങനെ ആയാ മതിയാ? ഹാപ്പി ഓണം. സോ നമ്മൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു, ഇവിടുത്തെ കഴിഞ്ഞു. മേക്കപ്പ് ഒക്കെ മാറി. ഇതാണ് നമ്മുടെ വീട്ടിലെ പിള്ളേരെ. ബാബാ ഇങ്ങോ. യെസ്, ഇതുണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ. ഇവരുടെ വീട്ടിൽ നമ്മൾ വന്നത് കേട്ടോ. നമ്മുടെ എന്തായാലും റീലും കാര്യങ്ങളൊക്കെ ചാനലിൽ വരുന്നതായിരിക്കും. ഒരു 1 മിനിറ്റ് വീഡിയോ ആണ്, പക്ഷേ ബാക്കി ഷൂട്ട് ചെയ്യാനുണ്ട്. സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങോട്ട് പോവാം. ഓക്കെ, കാണാം. ബൈ ബൈ. അപ്പൂട്ടനെ പെൺവേഷം കെട്ടിച്ചിരുന്നതല്ലോ, ചിലപ്പോ ഇവൾ അവന്റെ പെണ്ണ്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ആരത് മാവേലിയാ? ആക്ഷൻ. ഇന്നോണമാണ്. എന്ത് വൃത്തികേടല്ലേ, എന്തോരം ഒച്ചയാണ് ഈശ്വരാ. ഷൂട്ട് കണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല അഭിനയം കാഴ്ചവെക്കാൻ പറ്റി. മാവേലിയുടെ ഗംഭീര പ്രകടനം വളരെ നന്നായിരുന്നു.
മാവേലിയുടെ മാത്രമല്ല അടുത്ത ഓസ്കാർ എല്ലാവരുടെയും അഭിനയങ്ങൾ വളരെ സക്സസ് ആയിരുന്നു. ഇനി ഇത് ആരെങ്കിലും കണ്ടിട്ട് നമ്മളെ അഭിനയത്തിലോട്ട് വിളിക്കുമെന്നാണ് ഇനിയുള്ള സംശയം. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ, അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി ശ്രീനിവാസന്റെ പുതിയ പടം വരുന്നുണ്ടെന്ന് പറഞ്ഞു, കണ്ണൂർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞേ. ചാൻസ് ചോദിച്ചാലോ? മാവേലിക്കാണ് ഒത്തിരി ഫാൻസിനെ കിട്ടി. ഒരു മാവേലിനെ വെട്ടിക്കൊള്ളുന്ന സീനാന്ന് പറഞ്ഞേ. ഓക്കെ മാം പറ, എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ വ്ളോഗ് ഒക്കെ എടുത്തു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ. അതെയോ? ആദ്യമായിട്ട്. നന്നായി. ഞാൻ പണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇത് അഭിനയിച്ചെന്നറിയോ? പണ്ട് മറ്റേ കലോത്സവം ഇല്ലേ, കലോത്സവം നാടകം കളിക്കാൻ കയറിയ സമയത്ത് പത്തി പഠിക്കുമ്പോ 10 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ബിഹൈൻഡ് ദ ക്യാമറ. ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാത്ത കല്യാണത്തിന് ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ അറിയാണ്ട് അവിടെ എങ്ങാനും ഓരത്ത് പോയിരുന്നു തിന്നാൻ, അല്ലെങ്കിൽ വ്ളോഗ് എടുത്ത് നാട്ടിക്കുന്നു. നമ്മളവിടെ പറയുന്നു പെണ്ണിന്റെ വീട്ടുകാരാണെന്ന് പറയുന്നു, അപ്പുറത്ത് പറയുന്നു ചെറുക്കന്റെ വീട്ടുകാരാണ്. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വേറെ കാര്യം ആലോചിക്കണം, ഇത് മുസ്ലിംസിന്റെ കല്യാണമാണ്. അവരുടെ ചെറുക്കൻ വീട്ടുകാർ അല്ല, പെണ്ണൻ വീട്ടുകാർ തലൂസല്ലേ വരുന്നത് അല്ലേ? അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, വിളിക്കാതെ കല്യാണത്തിന് ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. വിളിക്കാതെ ഇൻ സെൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മാനേജറിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പം പുള്ളി ഞാനായിട്ട് ഇത്ര കോൺടാക്റ്റ് ഇല്ല, പരിചയമില്ല. പക്ഷെ ബാക്കി നമ്മുടെ ടീംസിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈസ് ഫൈൻ. അങ്ങനെ പോയതാണേ. സോ ഇപ്പം എന്തായാലും ഇനി വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം. നമ്മുടെ ഇത്രയും ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം. കുറേ ഫണ്ണി മൂമെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ചധികം ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഇടാം കേട്ടോ. ഷൂട്ടിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് 27-ന് കോമ്പറ്റീഷൻ ഉള്ളത്. 27-ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ ഇടാവേ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ബൈ.